ആ മൃതദേഹ കൈമാറ്റം കൂടി നടന്നു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ കരാർ ലംഘനങ്ങൾ അത് അവതാളത്തിലാക്കിയത് ട്രംപ് തന്നെ മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയാണല്ലോ. അപ്പോൾ ഇതിനെ തടയിടാൻ അമേരിക്കയുടെ ഭാഗത്ത് തന്നെ ഒരു ശക്തമായ ഇടപെടൽ, ഒരു നിർദ്ദേശം അത് ഈ ചർച്ചയ്ക്ക് പിന്നാലെ ഉണ്ടാകാൻ ഇടയുണ്ടോ? ദിവ്യ, അത് ഉണ്ടാകണമെന്നാണ് മധ്യസ്ഥ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം ഇന്നലെ തന്നെ ഖത്തറിലെ പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്ന പ്രതികരണത്തിലും അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഇത് ട്രംപ് മുന്നോട്ട് വെച്ച നീണ്ട ചർച്ചകളിലൂടെ രൂപപ്പെടുത്തിയ ഒരു കരാറാണ്. 20 ദിന പദ്ധതിയിൽ ഹമാസിന്റെ നിരായുധീകരണം ഉൾപ്പെടെ ഗസയുടെ പുനർനിർമ്മാണം ഉൾപ്പെടെയുള്ള നിർണായകമായിട്ടുള്ള പല കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. പക്ഷെ അതിലേക്ക് കടക്കണമെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം രൂപപ്പെടേണ്ടതുണ്ട്. ഒക്ടോബർ 10 മുതലാണ് ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. 2 മാസത്തിലേറെ നീണ്ട ഈ കരാർ നിരന്തരമായിട്ട് ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് മധ്യസ്ഥ രാജ്യങ്ങൾ എന്ന നിലയ്ക്ക് തങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി വളരെ വലുതാണ്. കാരണം ഹമാസിന്റെ വിശ്വാസത്തിലെടുക്കാൻ അല്ലെങ്കിൽ പലസ്തീൻ ജനതയെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ രൂപപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് മധ്യസ്ഥ രാജ്യങ്ങൾ എന്ന നിലയ്ക്ക് തങ്ങൾക്ക് തങ്ങളുടെ റോൾ നിർവഹിക്കണമെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് കുറെ കൂടി പ്രായോഗികമായിട്ടുള്ള മൂർത്തമായിട്ടുള്ള നീക്കങ്ങൾ, നടപടികൾ ഉണ്ടാകണം എന്ന ഒരു സന്ദേശമാണ് ഈ മധ്യസ്ഥ രാജ്യങ്ങൾ, ഖത്തർ ഉൾപ്പെടെയുള്ള 3 മധ്യസ്ഥ രാജ്യങ്ങളും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അമേരിക്ക അക്കാര്യത്തിലൊരു ഉറപ്പ് നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ട്. പക്ഷേ ഇസ്രായേലിനെ അതിനെ പ്രേരിപ്പിക്കാൻ, ഇസ്രായേലിനെ കൊണ്ട് അത് അംഗീകരിപ്പിക്കാൻ അമേരിക്ക അത്ര ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തുമോ, അതിനെ ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിനോട് ഇസ്രായേൽ അനുകൂലിക്കുമോ, പൂർണ്ണമായിട്ടും ഗസയിലെ ഹമാസിനെ നിരായുധീകരിക്കാതെ ഒരു ചർച്ചയ്ക്ക് തങ്ങളില്ല എന്ന അർത്ഥത്തിൽ തീവ്ര വലതുപക്ഷ മന്ത്രിമാർ പ്രഖ്യാപനങ്ങൾ നടത്തുന്നൊരു ഘട്ടത്തിൽ എത്ര കണ്ട് ഇസ്രായേൽ നേതൃത്വം ഇതിന് തയ്യാറാകും എന്നതുൾപ്പെടെയുള്ള നിർണായകമായിട്ടുള്ള കടമ്പകൾ അവിടെ ബാക്കിയുണ്ട്. എന്തായാലും ഈ മിയാമി ചർച്ച എന്നത് ഈ വെടിനിർത്തലിന്റെ 2ാം ഘട്ടവുമായി ബന്ധപ്പെട്ട നിർണായകമായിരിക്കും. ഏതാണ്ട് അനുകൂലമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള വിവരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ മിയാമി ചർച്ചയിൽ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങൾ പങ്കുവെക്കുന്നത്. ദിവ്യ, ഇതിലും വളരെ നിർണായകമായ ചർച്ച തന്നെയാണ് അമേരിക്കയിൽ മിയാമിയിൽ നടക്കുന്നത്. മധ്യസ്ഥ രാജ്യങ്ങളുമായി തന്നെയാണ് അമേരിക്കയുടെ ചർച്ച നടക്കുക. MC നാസറാണ് വിവരങ്ങൾ നൽകിയത്.